നിന്നും മദീനയിൽ കടന്ന് കാണുകയാണ്. അതുപോലെ നമ്മൾ അങ്ങാടിയിൽ പോകുമ്പോ ഉമ്മമാരെ, നിങ്ങൾ അന്യപുരുഷന്മാരെ കാണുന്ന നിലയിൽ നിങ്ങൾ ഔറത്ത് കാണിക്കല്ലേ. നിങ്ങളെ ഔറത്തുകള് അന്യപുരുഷനെ കണ്ട് രസിക്കുന്ന കോലമാക്കല്ലേ. നിങ്ങൾക്കും മരിക്കണം, എനിക്കും മരിക്കണം, എല്ലാവർക്കും മരിക്കണം. മരിച്ച് ഖബറിൽ ചെല്ലുമ്പോ അവിടെ ചോദിക്കുന്നു, മാ ഇൽമുക ബിഹാദർ റജുൽ, ഈ മനുഷ്യനെ പരിചയമുണ്ടോ? ആരാണ് അവിടെ കാണിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിന്റെ നേതാവായ പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അവിടെ കാണിക്കുന്നു. അവിടെ റജുലെന്നാണ് പറഞ്ഞത്, സൂറത്തെന്നല്ല, രൂപമെന്നല്ല. ഹദീസിൽ കാണൂ റജുലെന്നാണ്. റജുലെന്ന് പറഞ്ഞാൽ ആരാണ്? ഞാനും റജുലാണ്, നിങ്ങളും റജുലാണ്, പുരുഷനല്ലയോ. സൂറത്തെന്ന് പറഞ്ഞെങ്കിൽ കോലമാകാം, ഫോട്ടോ ആകാം. അപ്പൊ അങ്ങനെയല്ല, മറിച്ച് ഹബീബായ ജീവിതത്തിൽ കാണാൻ കൊതിക്കുന്ന, ലോകത്തമാന്മാര് കൊതിച്ചിട്ടുള്ള, ലോകത്ത് മുഴുവനും ജീവിച്ച മുഅ്മിനീങ്ങളുണ്ടോ? അവര് മുഴുവനും കാണാൻ ആഗ്രഹിച്ച എത്രത്തോളം എന്ന് പറഞ്ഞാൽ വലിയ വലിയ പണ്ഡിതന്മാര് രാപകലുകൾ മാറ്റിവെച്ചില്ലേ, ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചില്ലേ. രാത്രി പാതിരാ സമയത്ത് അവര് നിസ്കാരത്തിനായി സ്വലാത്തിനായി മാറ്റിവെച്ചു. എന്തിനെന്നറിയുമോ? ആ ഹബീബിനെ ഒന്ന് കാണാനാണ്. ഉവൈസുൽ ഖർനിതങ്ങളടക്കമുള്ള ഹബീബിന്റെ കാലത്ത് ജീവിച്ച പണ്ഡിതന്മാര്, മഹാന്മാര്, ആ മഹാൻ പോലും ഹബീബായ തങ്ങളെ ഒന്ന് നേരിൽ കാണണമെന്ന് ആഗ്രഹിച്ചു, നടന്നില്ല. ആ മഹാൻ ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്ത കാരണം കൊണ്ട് സ്വഹാബി എന്ന പദവി കിട്ടാതെ പോയി. എങ്കിലും ലോകത്തിന്റെ നേതാവ് ആ പദവി കിട്ടിയില്ലെങ്കിലും ആ മഹാന് നഷ്ടമില്ല കേട്ടോ. എന്തേ കാരണം? സ്വഹാബി എന്ന പദവി കിട്ടിയ ഉമർ തങ്ങളോട് പറഞ്ഞ മറുപടി അറിയുമോ? ഓ ഉമറേ, ഉമർ തങ്ങളെ, നിങ്ങളെ ജീവിതത്തിൽ ആ ഉവൈസുൽ ഖർനി എന്ന മഹാനെ കാണുകയാണെങ്കിൽ അവിടത്തെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണേ. അശ്റത്തുൽ മുബശ്ശിരീനായ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച വലിയ മഹാനായിട്ട് പോലും അവരോടും പറയുകയാണ്, നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണേ. ചിലർക്ക് തോന്നിപ്പോകാം, ഞാൻ ഒരുപാട് ഇബാദത്ത് ചെയ്തു പോയി, ഞാൻ ഒരുപാട് സൽക്കർമ്മം ചെയ്തു പോയി, എന്റെ ജീവിതം ധാരാളം ഞാൻ സ്വതക്ക കൊടുത്തുപോയി, അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടാനുള്ള കാരണങ്ങളൊക്കെയുണ്ട് എന്ന് ചിന്തിക്കുന്ന എത്രയോ നഷ്ടത്തിലായവരില്ലേ. ഉമർ തങ്ങളോട് ഹബീബായ തങ്ങള് അതും പറഞ്ഞിട്ട് മഹാനവറുകള് അവിടുന്ന് പറഞ്ഞ മറുപടി എന്തേ? അവിടുന്ന് ജീവിതത്തിൽ എന്തേ ചെയ്തത്? പിന്നീടങ്ങോട്ട് ആ ഉവൈസ് തങ്ങൾ അന്വേഷിച്ചിറങ്ങുകയാണ്. ജീവിതത്തിൽ സർവ്വസമയവും കാണുന്ന മലകളൊക്കെ അന്വേഷിക്കുന്നു, കാണുന്ന ഗോത്രങ്ങളോടൊക്കെ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഉവൈസിനെ അറിയുമോ? കർണദേശക്കാരനായ ഉവൈസുൽ ഖർനി എന്ന മഹാനെ അറിയുമോ? ആ ചരിത്രത്തിലേക്ക് കടക്കുകയല്ല, നീണ്ട ചരിത്രമാണ്, അത് മറ്റൊരു വഴിയാണ് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ആ മഹാനോട് ഉമർ തങ്ങളോട് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ ആ മഹാൻ അവസാനം ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി ദുആ ചെയ്യിപ്പിച്ചു. എന്നോടാണ് പറഞ്ഞതെങ്കിലോ സ്വർഗം നിനക്ക് നിർബന്ധമായി എന്ന് എന്നോടെങ്ങാനും പറഞ്ഞാലോ നമുക്ക് പിന്നെ എന്താ അഹങ്കാരം, പിന്നെ എന്താ നമ്മുടെ ജീവിതം? അപ്പോ ഹബീബായ തങ്ങള് ആ ഉമർ തങ്ങളോട് പറഞ്ഞിട്ട് ഉമർ തങ്ങളെ ജീവിതത്തിൽ അഹങ്കരിച്ചില്ല. അതുകൊണ്ട് എന്റെ നിങ്ങളുടെ ജീവിതം അഹങ്കാരരാഹിത്യമുള്ള ജീവിതമാകണം. ആരോടും അസൂയ പാടില്ല, ആരോടും ദേഷ്യം പാടില്ല. ജീവിക്കുമ്പോ ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെ നമ്മുടെ ജീവിതമൊന്ന് ചിട്ടപ്പെടുത്തിയ